കട്ട് ആൻഡ് പേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നിത്യാനന്ദയുടെ മരണത്തെക്കുറിച്ചാണ്. കൈലാസം എന്ന രാജ്യത്തിൻ്റെ അധിപനായിരുന്ന നിത്യാനന്ദ മരണപ്പെട്ടതായി വാർത്ത. കൈലാസം എന്ന രാജ്യം സ്ഥാപിച്ച വ്യക്തി എന്ന നിലയിലും ഒരു സ്വാമിജി എന്ന നിലയിലുമുള്ള കുപ്രസിദ്ധിയാണ് ഇദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. രഞ്ജിത എന്ന സിനിമാ നടിയുമായി ബന്ധപ്പെടുന്ന വാർത്ത വന്നതോടെയാണ് നിത്യാനന്ദ ഏവർക്കും പരിചിതനായത്. ഇപ്പോൾ അദ്ദേഹം കൈലാസം എന്ന ഒരു രാജ്യത്തെ പരമാധികാരിയായിരുന്നു. അതിനിടെയാണ് അദ്ദേഹം മരണപ്പെട്ടതായി ഒരു വാർത്ത പരക്കുന്നത്. ഗൂഗിളിൻ്റെ സിഇഒയും വളരെ പ്രശസ്തനുമായ സുന്ദർ പിച്ചെ ഒരു ഇന്ത്യക്കാരനും ഒപ്പം ഒരു തമിഴനുമാണ്. അദ്ദേഹം എങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുവോ അതേപോലെ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുപ്രസിദ്ധ വ്യക്തിയാണ് ഈ നിത്യാനന്ദ എന്ന സ്വാമി. ഈ നിത്യാനന്ദയും ഒരു ഇന്ത്യക്കാരനും ഒപ്പം തമിഴനുമാണ്. ഒരാൾ പ്രശസ്തനും ഒരാൾ കുപ്രസിദ്ധനും എന്ന് മാത്രം. ഇനി കൈലാസത്തെക്കുറിച്ച് അറിയണ്ടേ? തെക്കേ അമേരിക്കയിലെ ബൊളീവിയ എന്ന രാജ്യത്തിനടുത്ത് ഒരു ദ്വീപിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ആർക്കും എളുപ്പം ചെന്നെത്താനാവാത്ത ബൊളീവിയൻ ആദിവാസികളുടെ ഒരു ദ്വീപാണ് ഈ കൈലാസ രാജ്യമായിട്ട് പരിണമിച്ചിരിക്കുന്നത്. ബൊളീവിയൻ ആദിവാസി മൂപ്പന്മാരായ അഥവാ ആദിവാസി രാജപദവിയിലുണ്ടായിരുന്ന ബാറെ, കയൂബാബ, എസ് എ ഇജ എന്നീ 3 വ്യക്തികളെ സ്വാധീനിച്ചാണ് ഇദ്ദേഹം ഈ ദ്വീപസമൂഹം കൈക്കലാക്കുന്നത്. ഒരു വർഷത്തിൽ ഏതാണ്ട് 7 ലക്ഷം രൂപ വാടക എന്ന വ്യവസ്ഥയിലാണ് കരാർ എഴുതിയിരിക്കുന്നത്. ഒപ്പം ഓരോ പൗരനും സൗജന്യ പഠന സൗകര്യം, സൗജന്യ ആതുര ശുശ്രൂഷ, ഒപ്പം ഇൻ്റർനെറ്റ് സംവിധാനം, അങ്ങനെ പലവിധ വ്യവസ്ഥകളിൽ കരാർ ഒപ്പുവെച്ചാണ് ഈ രാജ്യം അദ്ദേഹം സ്വന്തമാക്കിയത്. തെക്കേ അമേരിക്കൻ രാജ്യമായ ബൊളീവിയയുടെ അധീനതയിൽ വരുന്ന ഒരു ദ്വീപാണ് ഇപ്പോൾ കൈലാസ രാജ്യമായി അറിയപ്പെടുന്നത്. 4.8 ഹെക്ടറാണ് ഇതിൻ്റെ വിസ്തീർണം. അതായത് സിംഗപ്പൂർ, മലേഷ്യ പോലുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ 6.6 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്രദേശമാണ് ഈ കൈലാസ രാജ്യം. കൈലാസം എന്ന ഈ രാജ്യത്തിന് പ്രത്യേക ഭരണഘടനയും ഫ്ലാഗും ഒപ്പം പാസ്പോർട്ടും വിസയും കറൻസിയും മറ്റെല്ലാ സംവിധാനങ്ങളുമുണ്ട്. ശിവനാണ് ഈ കൈലാസ രാജ്യത്തിൻ്റെ ആരാധനാമൂർത്തി. അദ്ദേഹം ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥയിൽ അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ ഓരോ പൗരനെയും, അതായത് ആദിവാസികളായിട്ടുള്ള ഓരോ പൗരന്മാരെയും ഹൈന്ദവ ധർമ്മവും ഒപ്പം സംസ്കൃതവും സൗജന്യമായി പഠിക്കുവാനുള്ള സൗകര്യം ഒരുക്കുമെന്നുമാണ്. നിലവിൽ രഞ്ജിതയാണ് ഇവിടുത്തെ പ്രസിഡൻഷ്യൽ പദവി അലങ്കരിക്കുന്നത്. രഞ്ജിത ആശ്രമവാസിയായതും നിത്യാനന്ദയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ധാരാളം വാർത്തകൾ കണ്ടതാണ്. ബൊളീവിയൻ രാജ്യത്തിൻ്റെ അധീനതയിലുള്ളതും മറ്റാർക്കും അനുവാദവുമില്ലാത്ത ട്രൈബൽസിന് മാത്രമായി സംവരണം ചെയ്തിട്ടുള്ള 4.8 ഹെക്ടർ സ്ഥലമാണ് നിസാരനായ ഒരു ഇന്ത്യക്കാരൻ, അതും തമിഴ്നാട്ടുകാരനായ ഒരു സ്വാമി സ്വന്തമാക്കിയത്. സത്യത്തിൽ അതൊരു നിസ്സാര കാര്യമല്ല. എല്ലാ ആശ്രമങ്ങളിൽ നിന്നും ധാരാളം വരുമാനം കുമിഞ്ഞുകൂടുന്നുണ്ടായിരുന്നു. ഒപ്പം അനവധി ആരാധക വൃന്ദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ ലുക്കൗട്ട് നോട്ടീസിലിട്ടിരിക്കുന്ന വ്യക്തിയാണ് നിത്യാനന്ദ. ചെറുപ്രായം മുതൽ അദ്ദേഹം ആധ്യാത്മിക കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. നിരവധി രാജ്യങ്ങളിൽ ഏതാണ്ട് 15ഓളം ആശ്രമങ്ങളും അനുയായികളും ഇദ്ദേഹത്തിനുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും പ്രായമായവരും കുട്ടികളുമടക്കം നിരവധി വിദേശികളായിട്ടുള്ള ആരാധകരും അദ്ദേഹത്തിൻ്റെ അന്തേവാസികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിത്യാനന്ദ മരണപ്പെട്ടു എന്ന വാർത്ത പരക്കുന്നുണ്ടെങ്കിലും എന്ത് കാരണത്താലാണ് അദ്ദേഹം മരിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണവും ലഭ്യമല്ല. വരും ദിനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്തകൾ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.